വാരണാസി ഈസ് എ പിൽഗ്രിമേജ്. സന്തോഷം കൊണ്ടാണ്. ഇതൊരു കാര്യം ചോദിക്കട്ടോ, ഈ കാശി, വാരണാസി, ബനാറസിൽ എവിടെ നമ്മൾ ആദ്യം പോകണം? എടാ, ഇത് മൂന്നും ഒരു സ്ഥലമാണ്. ഇവിടെയാണ് മരണം ആഘോഷിക്കപ്പെടുന്നത്. ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലെ ഗുരുവും രാജാവും ദൈവവും എല്ലാം ശ്രീ കാശി വിശ്വനാഥനാണ്. ഇവിടെ എങ്ങും മുഴങ്ങി നിൽക്കുന്നു ഹര ഹര മഹാദേവ്. ഇതാണ് മണികർണിക ഘാട്ട്. 24 മണിക്കൂറും ഇങ്ങനെ ശവസംസ്കാരം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഘാട്ട്. മനുഷ്യനായും നായയായും നരിയായും മറ്റു ജന്തുക്കളായുമുള്ള ജീവിതചക്രയിൽ നിന്നും മോക്ഷം ലഭിക്കാനായി, മരണത്തെ ആശ്ലേഷിക്കാനായി ആളുകൾ കാശി അഥവാ മോക്ഷ കവാടത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ പണ്ഡിതനും പാമരനും, യോഗിയും ഭോഗിയും, രാജാവും പ്രജയും എല്ലാവരും വിശ്വനാഥന്റെ മണ്ണിൽ വെറും ഒരു ദേഹി മാത്രം. ദേഹം വെടിഞ്ഞ് ദേവനിൽ അലിയാൻ മോഹിക്കുന്ന ഒരു ദേഹി മാത്രം. അങ്ങനെ ആലപ്പുഴയിൽ നിന്നും വാരാണസിയിലേക്ക് ഒരു സോളോ ബാക്ക് പാക്കിംഗ് ട്രിപ്പിലൂടെ ഞാൻ വാരാണസിയിലെത്തുന്നത് 14-ാം തീയതിയാണ്, നവംബർ 14. 15-ാം തീയതി ഇവിടെ ദേവ് ദീപാവലി ആഘോഷമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. I see what he loves about you. You're so perfect.
ടൗണിലൂടെ ഓടി ഓടി നമ്മൾ ഗള്ളി കയറി അങ്ങനെ നമ്മൾ ഘാട്ടിലേക്ക് എത്തി. ഇനി ഒരു ഗംഗാ സ്നാനം. गंगाधराय शिव गंगाधराय हर हर भोले नमः शिवाय. गंगाधराय शिव गंगाधराय हर हर भोले नमः शिवाय. नमः शिवाय ओम नमः शिवाय. हर हर भोले नमः शिवाय. नमः शिवाय ओम नमः शिवाय. हर हर भोले नमः शिवाय. जटाधराय शिव जटाधराय हर हर भोले नमः शिवाय. जटाधराय शिव जटाधराय हर हर भोले नमः शिवाय. नमः शिवाय ओम नमः शिवाय. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരെണ്ണം കൂടിയാണ് ഇവിടെ. അതിന്റെ തേജസ്സിൽ മുഴങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റിയത് തന്നെ ഒരു പുണ്യമായി കരുതുന്നു. नमः शिवाय ओम नमः शिवाय. हर हर भोले नमः शिवाय. അങ്ങനെ ഈ അന്തരീക്ഷത്തിൽ കുറച്ചു നേരം കൂടി നിന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനി വാരണാസിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജയപ്രകാശ് സൈനിങ് ഓഫ്. താങ്ക് യു.